നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം സുരക്ഷിത അന്തരീക്ഷത്തോടൊപ്പം നല്ല വിദ്യാഭ്യാസം. അവരുടെ അടിത്തറ ഈ വിദ്യാഭ്യാസത്തിൽ നമ്മൾ അവർക്ക് റോൾ മോഡലാകുക എന്നുള്ളതാണ്. ഉയർന്ന നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക. നെഗറ്റീവ് തോട്ട്സ് ഒന്നും അവരുടെ തലയിൽ വരരുത്. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവരിങ്ങനെ കളിയാക്കി. ഒരു നിമിഷം പോലും നമുക്ക് പോയാൽ തിരിച്ചു കിട്ടില്ല. സമയത്തിൻ്റെ പ്രാധാന്യം, ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആ സമയം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഉയർന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. ആ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റിയെടുത്താൽ വരുന്നൊരു ഗുണം, നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി കഴിയും. വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ലൊരു ചിന്താഗതി, അറിവില്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നമ്മുടെ ശരീരം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ മാഹാത്മ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക. അതിലൂടെ പേഴ്സണൽ ഹൈജീൻ, പല്ല് തേക്കുക, നഖങ്ങൾ വൃത്തിയാക്കുക. നമ്മുടെ ശരീരം, എൻ്റെ മനസ്സും എൻ്റെ ശരീരം എൻ്റേതാണ്, മറ്റൊരാൾക്ക് തൊടാൻ എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവകാശമില്ല. അത് ഭയക്കരുത്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കുട്ടികളെ ചൂഷണം ചെയ്യാൻ വന്നാൽ അതുപോലും നമ്മുടെ അടുത്തേക്ക് വരികയില്ല. പിന്നെ ഉയർന്ന നിലവാരവും നമ്മുടെ ശ്വാസഗതിയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു മെഡിറ്റേഷനും കൂടെ അവരെ പ്രാപ്തരാക്കി നമ്മളെക്കൊണ്ട് അവരുടെ പ്രായത്തിനനുസരിച്ച് ഒക്കാവുന്ന രീതിയിൽ പോസിറ്റീവ് ട്രാക്കിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെത്തിയാൽ അവരെ ഒന്നും ബാധിക്കുകയില്ല. അതുറപ്പാണ്. അങ്ങനെ ബാധിച്ചാൽ പോലും അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഉയർന്ന നിലവാരത്തിലുള്ള ചിന്താഗതി വന്നാൽ നമ്മൾ താഴേക്ക് പോകാതെ ഉയർന്ന നിലവാരത്തിലുള്ള ചിന്താഗതിയിലേക്ക്, ഈ ചിന്താഗതി താഴെ നിൽക്കുന്ന ആൾക്കാരെ നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. മറ്റൊരാളെ അധർമ്മം ചെയ്യാതിരിക്കാൻ നമുക്കിതിലൂടെ സാധിക്കും. ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിലേക്ക് നമ്മൾ വീണാൽ അയാളെ അധർമ്മം നമ്മൾ ചെയ്യിക്കുകയാണ്. ഉയർന്ന നിലവാരമുള്ള ചിന്താഗതി നമുക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആ ഒരു തെറ്റ് ചെയ്യുന്ന ആക്കം കൂട്ടാതെ നമ്മൾ പ്രാക്ടിക്കലായിട്ട്, ഡിപ്ലോമാറ്റിക്കായിട്ട്, തന്ത്രപരമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു വ്യക്തി നന്നായാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ നമ്മൾ പേരൻസ്, നമ്മൾ മൂത്ത കുട്ടികൾ ഒരുപാട് പരിശ്രമിച്ചാൽ ഒരു വാക്ക് കൊണ്ട്, ഒരു പേന കൊണ്ട്, ഒരു നല്ലൊരു സ്പീച്ച് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.